യെസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് ചിക്കൻ പെപ്പർ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ, കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ്. ചോറിനും അപ്പത്തിനും ദോശയ്ക്കും ഫ്രൈഡ് റൈസിനും എന്തിൻ്റെ കൂടെ ആയിരുന്നാലും നല്ല കോമ്പിനേഷനാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴും ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിലോട്ട് ഞാൻ 9 കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ മുളകല്ല, കാശ്മീരി മുളകാണ്. അപ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളറും കിട്ടും. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. മല്ലി ഏകദേശം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. മല്ലി ഒന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടാണ് ആദ്യമേ ചേർത്തത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി നേരത്തെ വറുത്ത് വെച്ച മുളകിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചൂട് മാറി കിട്ടുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു നാടൻ ടേസ്റ്റും കൂടെ കിട്ടും. വെളിച്ചെണ്ണ വേണ്ടാത്തവർക്കാണെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 5 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് സവാള നല്ല ബ്രൗൺ നിറം ആകുന്ന വരെ വഴറ്റിയെടുക്കണം. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം, അതുവരെ വഴറ്റിയെടുക്കുക. ഇനി ഈ സവാള ഒന്ന് ചൂട് മാറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചൂട് മാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അധികം വെള്ളമൊന്നും ചേർക്കരുത്. അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഈ പാനിൽ തന്നെയാണ് ഇനി ചിക്കൻ ഉണ്ടാക്കാനും പോകുന്നത്. സവാള വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള എണ്ണയിലാണ് നമ്മൾ ചിക്കൻ വയ്ക്കാൻ പോകുന്നത്. ഇനി കൂടുതൽ എണ്ണയൊന്നും ചേർക്കണ്ട. ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇതുപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പുരണ്ട് വരും. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് വെന്ത് വരെയും വേണം, ഇതൊന്ന് കുറുകി വരെയും വേണം. നമ്മളിത് റോസ്റ്റിൻ്റെ പരുവത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ റോസ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ടേസ്റ്റൊക്കെ നോക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒന്നും കൂടി ഒന്ന് ഇളക്കി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രിസ്മസിനും ന്യൂ ഇയറിനും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും പാർട്ടിക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പത്തിനും ദോശയ്ക്കും ചോറിനും
ഫ്രൈഡ് റൈസിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യുക. വീണ്ടും വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.